നമ്മളെല്ലാവരും ഈ സിനിമ കാണുന്ന ആളുകളാണല്ലേ. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഈ ഹൊറർ ഫിലിംസ്. ഈ ഹൊറർ ഫിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് തന്നെ പല പല ടൈപ്പും പല പല രീതിയിലായിട്ടുള്ള ഒരുപാട് ഹൊറർ ഫിലിംസും. എന്നാൽ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കാണുന്ന പ്രേക്ഷകരെ തന്നെ ഡിസ്റ്റർബ് ആക്കി കളയുന്നതും പല പല സ്ഥലങ്ങളിൽ ബാനഡും ആക്കിയിട്ടുള്ള ടോപ്പ് 5 ഹൊറർ മൂവീസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റില് ഒന്നാമത്തെ സിനിമയാണ് ഫേസസ് ഓഫ് ഡെത്ത്. 1978 ഇറങ്ങിയ ഒരു അമേരിക്കൻ മോണ്ടോ ഹൊറർ മൂവിയാണിത്. ജോൺ അലാന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമ. ഈ ഒരു ഫിലിം ഒരുപാട് സ്ഥലങ്ങളിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ കഥ തന്നെയാണ്. കൊറോണർ ആയിട്ടുള്ള ഫ്രാൻസിസ് ബി ക്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആളുകൾ മരിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഭാവ വ്യത്യാസങ്ങളൊക്കെ ക്യാമറയെ പകർത്തിയിട്ട് ഒരു മോക്യുമെന്ററി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. മോക്യുമെന്ററി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിലിം ടെലിവിഷൻ അതൊക്കെ പോലത്തൊരു സംഭവം തന്നെയാണ്. കണ്ടന്റ് ഇതായത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ ഒരുപാട് ആളുകൾ മരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, അതും പല പല രീതിയിൽ. പിന്നെ ഈ ഒരു സിനിമക്ക് ബാൻ കിട്ടാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ ആളുകൾ മരിക്കുന്നതിന്റെ വ്യാജ ദൃശ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ യഥാർത്ഥ അപകടങ്ങളുടെ ദൃശ്യങ്ങൾ ഈ സിനിമയെ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കസേരയിൽ എടുത്തുള്ള വധശിക്ഷ, മൃഗങ്ങൾ മനുഷ്യരെ തിന്നുന്നത്, ബിൽഡിംഗിൽ നിന്ന് വീണ് മരിക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് സീനുകൾ ഈ ഒരു സിനിമയെ കാണിച്ചിട്ടുണ്ട്. എന്തിന് ഈജിപ്തിലെ കുറിച്ച് ടൂറിസ്റ്റേഴ്സ് അവർ കുരങ്ങനെ പിടിച്ചിട്ട് ആ ഒരു കുരങ്ങനെ കൊന്ന കുരങ്ങനെ തലച്ചോറ് തിന്നുന്ന സീൻ വരെ ഈ ഒരു സിനിമയെ കാണിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ ഒരു സിനിമ പല പല ഡെത്ത് സീൻസിന്റെ ഒക്കെ ഒരു കളക്ഷൻ തന്നെ നമുക്ക് ഈ ഒരു സിനിമയെ പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഭൂരിഭാഗ സ്ഥലത്തും ബാൻ ചെയ്തിട്ടുള്ളത്. ഫേസസ് ഓഫ് ഡെത്ത്. If you have never thought about death, it's time you started thinking. Faces of Death, now a major motion picture. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമയാണ് ദ ഇവിൽ ഡെഡ്. 1981 സാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഡയറക്ഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു അമേരിക്കൻ ഇൻഡിപെൻഡന്റ് സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണിത്. ഈ ഒരു മൂവിയും ഒരുപാട് വയലൻസുകളൊക്കെ നിറഞ്ഞ ഒരു മൂവി തന്നെയാണ്. 5 കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് കാടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീട്ടിലേക്ക് താമസിക്കാൻ ചെല്ലുകയും അവിടെ നിന്ന് അവർക്കൊരു ഓഡിയോ ടേപ്പ് കിട്ടുകയും അത് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൂട്ടം ആത്മാക്കൾ പുറത്തേക്ക് വരുന്നതും ആ ഒരു ആത്മാക്കൾ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അവസാനം അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ കഥയായിട്ട് വരുന്നത്. പറയുമ്പോൾ ഇത്രക്ക് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു പോയെങ്കിലും ഈ ഒരു സിനിമയിൽ തന്നെ ഒരുപാട് വയലൻസ് ആയിട്ടുള്ള ഒരുപാട് സീനുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഇപ്പോഴും പല പല സ്ഥലങ്ങളിൽ ബാൻഡാണ്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തൊരു മാരക സിനിമയാണ് ടെക്സസ് ചെയിൻസോ മാസക്കർ. 1974 ഇറങ്ങിയ ഒരു അമേരിക്കൻ ഇൻഡിപെൻഡന്റ് ഹൊറർ ഫിലിമാണിത്. ടോപ്പ് കൂപ്പറുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥ എന്താന്ന് വെച്ചാൽ കുറച്ച് കൂട്ടുകാർ അവരുടെ പഴയ ഹോം സ്റ്റേ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു നരഭോജികളായ ഒരു സൈക്കോ ഫാമിലിയുടെ മുമ്പിൽ പെട്ടുപോവുകയും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കഥയായിട്ട് വരുന്നത്. ഈ ഒരു സിനിമയാണെങ്കിൽ പ്രേക്ഷകരെ ആകർഷിക്കാനായിട്ട് കുറച്ച് റിയൽ ആയിട്ട് നടന്ന ഇൻസിഡൻസിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. കുറ്റവാളിയായിട്ടുള്ള എഡ് ഗെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുറ്റകൃത്യങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ. എഡ് ഗെയിൻ ആരാന്ന് വെച്ചാൽ ഒരു കാലത്ത് അമേരിക്കയെ തന്നെ വെറുപ്പിച്ചിട്ടുള്ള ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. എഡ് ഗെയിൻ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ആദ്യത്തെ സിനിമയൊന്നല്ല ഇത്. എഡ് ഗെയിൻ ഇൻസ്പയർ ചെയ്തുകൊണ്ട് സൈക്കോ, മോർട്ടഡ് ഹെൽ, ദ സൈലൻസ് ഓഫ് ദ ലാംസ്, ഹനിബൽ എന്ന് പറഞ്ഞ് ഈ ഒരു സിനിമയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സിനിമ എന്താന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ ഒരുപാട് വയലൻസും ബ്രൂട്ടലായിട്ടുള്ള ഒരുപാട് സീനുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ബ്രസീൽ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ഐസ്ലാൻഡ്, അയർലാൻഡ്, നോർവേ, സിംഗപ്പൂർ, സ്വീഡൻ, വെസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സിനിമ ബാൻ ചെയ്തിട്ടുണ്ട്. Sally? 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 നമ്മുടെ ലിസ്റ്റില് നാലാമത്തെ സിനിമയാണ് മദേഴ്സ് ഡേ. പേര് കേൾക്കുമ്പോൾ വളരെ നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് തോന്നുമെങ്കിലും സിനിമ അത്രക്ക് നല്ല ഫീൽ അല്ല. 1980 ഇറങ്ങിയ ചാൾസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണിത്. ഈ ഒരു സിനിമയുടെ കഥ ചെറിയൊരു സമ്മറി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട കാട്, അവിടെ ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു വൃദ്ധയും അവരുടെ 2 മക്കളും.
ഈ രണ്ട് മക്കളാണെങ്കിൽ ആ കാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ പിടിച്ചിട്ട് വളരെ മാരകമായിട്ട് കൊന്നുകളയും. എന്തിനാന്ന് വെച്ചാൽ സ്വന്തം അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചുരുക്കം പറഞ്ഞ ഒരു സൈക്കോ ഫാമിലി. അവിടെ അറിയാതെ വന്ന് പെട്ടുപോകുന്ന 3 പെൺകുട്ടികളും ആദ്യ സമയത്ത് 3 പെൺകുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അതിലുള്ള ഒരു പെൺകുട്ടി അവസാനം മരണപ്പെട്ടു പോവുകയും ബാക്കി 2 പേരും രക്ഷപ്പെട്ടു പോകാനുണ്ടായിരുന്നത്. പിന്നീട് ഈ 2 പേര് അവരുടെ സ്വന്തം കൂട്ടുകാരത്തെ കൊന്നതിന് കണ്ണിന് കണ്ണെന്നുള്ള മട്ടിൽ തിരിച്ച് പ്രതികാരത്തിന് പോവുകയും അവിടുത്തെ എല്ലാവരെയും വളരെ കൊടൂരമായിട്ട് കൊല്ലുന്നതുമാണ് ഈ ഒരു സിനിമയുടെ കഥയായിട്ട് വരുന്നത്. ഈ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സിനിമയിൽ എത്ര വയലൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ പല സ്ഥലത്തും ഈ ഒരു സിനിമ ബാൻഡാണ്. മാത്രമല്ല ഈ ഒരു സിനിമയിൽ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത ഒരുപാട് വയലൻസ് സീനുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. Now take care of the big one, Ike. Okay, boys, now take a break. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂവിയാണ് ദ എക്സോർസിസ്റ്റ്. 1973 ഇറങ്ങിയ വില്യം ഫ്രീഡ്കന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണിത്. വില്യം പീറ്റർ ബ്ലാട്ടി 1971 ഇറങ്ങിയ ദ എക്സോർസിസ്റ്റ് എന്ന് പറയുന്ന നോവലിന്റെ ഒരു ഫിലിം വെർഷനാണ് 1973 ഇറങ്ങിയ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ബ്ലാട്ടി ഈ നോവൽ എഴുതിയത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1949 റൊണാൾഡ് ഡ്യൂ എന്ന് പറയുന്ന ഒരു 14 വയസ്സുകാരന് സംഭവിച്ച ഒരു പ്രേതാനുഭവത്തെ പറ്റി. ദ എക്സോർസിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൂവി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തേക്ക് ഒരു ഏൻഷ്യന്റ് സ്പിരിറ്റ് കൂടുകയും ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു പെണ്ണിന്റെ സ്വഭാവത്തിലും രൂപത്തിലും ശരീരത്തിലായിട്ട് ഓരോ മാറ്റങ്ങൾ വരികയും ചെയ്യും. അതൊക്കെ കാണുന്ന പ്രേക്ഷകരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സിനിമയെ കാണിച്ചിട്ടുള്ളത്. അവസാനം ആ ഒരു പെൺകുട്ടിയുടെ അമ്മയും നായകനും ചേർന്നിട്ട് ഈ ഒരു പെൺകൊച്ചിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ കഥയായിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ ഒരുപാട് അറപ്പ് തോന്നുന്ന ഒരുപാട് സീനുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ പല സ്ഥലത്തും ബാനും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫുഡ് കഴിച്ചുകൊണ്ട് ഈ ഒരു സിനിമ കാണാതിരിക്കാം. How old are you? 12. Is there someone inside you? Sometimes. Who is it? I don't know. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ സിനിമകളൊക്കെ സത്യം പറഞ്ഞ ബാൻഡ് ആണെങ്കിലും ഒരിക്കലും ആ ഒരു സിനിമ മോശമാണെന്നല്ല അത് അർത്ഥമാക്കുന്നത്. സാധാരണ മനുഷ്യന്മാർ കാണുന്നതിനെക്കാളും കുറച്ച് അധികം ആ ഒരു സിനിമയെ കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് ബാൻഡ് ആവുന്നത്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ദ എക്സോർസിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മൂവി. സത്യം പറഞ്ഞ ഈ ഒരു ഫിലിം ഇന്ത്യയിൽ ഉൾപ്പെടെ ഈ ഒരു ഫിലിം ബാൻഡ് ആണെങ്കിലും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഹൊറർ മൂവി, ഏറ്റവും ബെസ്റ്റ് ഹൊറർ മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു ഫിലിം ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ഒരു 5 മൂവികൾ ഏതൊരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കണ്ട. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ ഒന്നും മറക്കണ്ട. അടുത്തോടെ കാണുന്നവരെ